ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹോട്ട് വാലറ്റിനകത്ത് ഹോട്ട് മൈനിങ് എങ്ങനെ ചെയ്യാം, ഹോട്ട് ടോക്കണിൻ്റെ മൈനിങ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഇതുവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ള മൈനിങ് പ്രൊജക്ട്സിനേക്കാൾ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ ടോപ്പ് 10 ടോപ്പ് 1 ആയിട്ട് നിൽക്കുന്ന പ്രൊജക്റ്റാണിത്. ഞാനിതുവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ പ്രൊജക്ട്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് തരാൻ പോകുന്ന പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന വളർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബിലീവബിൾ ആയിരിക്കും. അത്രയും നല്ല ഒരു പ്രൊജക്റ്റാണ് ഹോട്ട് വാലറ്റിൻ്റെത്. അപ്പോൾ ഇതിൽ നമ്മൾ ഗ്യാസ് ഫീയും കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇതുവരെ ഹോട്ട് വാലറ്റ് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഹോട്ട് വാലറ്റിൻ്റെ ബോട്ട് ഓപ്പൺ ആവും. ബോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു നിക്ക് നെയിം കിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ സീഡ് ഫ്രൈസ് ഇവിടെ കിട്ടും. ഓക്കെ, ഇത് ഒരിക്കലും നിങ്ങൾ സേവ് ചെയ്യാതെ പോകരുത്. നമുക്ക് പിന്നീട് നമ്മളുടെ വാലറ്റ് റിക്കവർ ചെയ്യാനുള്ള ഒരേ വഴി എന്ന് പറഞ്ഞാൽ സീഡ് ഫ്രൈസ് മാത്രമാണ്. നിങ്ങൾ ഈ ഒരു കോപ്പി ബട്ടൺ ഇവിടെ കാണുന്നുണ്ടാവും, ഇത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഈ സീഡ് ഫ്രൈസ് വൃത്തിയായി എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക, ഒരിക്കലും പോകാത്ത പോലെ. അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കിൽ എന്തെങ്കിലും എഴുതി വെക്കുക, കൃത്യമായിട്ട് ഹോട്ട് വാലറ്റിൻ്റെ സീഡ് ഫ്രൈസ് ഇന്നതാണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ക്രിയേറ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. വാലറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരിക. ആദ്യം തന്നെ സീഡ് ഫ്രൈസ് നിങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് ഇവിടെ മേലെ സെറ്റിംഗ്സിൻ്റെ ബട്ടൺ കാണാം, ടോപ്പ് റൈറ്റ് കോർണറിൽ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സീഡ് ഫ്രൈസ് കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സീഡ് ഫ്രൈസ് കാണാൻ പറ്റും. അത് തീർച്ചയായിട്ടും എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും ബാക്കിലേക്ക് വന്നാൽ ഇങ്ങനെയാണ് ഇൻ്റർഫേസ് ഉണ്ടാവുക. നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ കാണാം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാലൻസ് 0 ആണ്. നമ്മളിപ്പോൾ ഒന്നും ആഡ് ചെയ്തിട്ടില്ല, 0 കാണാൻ പറ്റും. MPC വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതങ്ങനെ നമുക്ക് ലാസ്റ്റ് നോക്കാം. പിന്നീട് വരുന്ന ഓപ്ഷനാണ് ക്ലെയിം യുവർ ഫസ്റ്റ് ഹോട്ട്. നമ്മൾ ഈ ഒരു ഹോട്ട് ടോക്കണാണ് ഇതിന് ക്ലെയിം അടിക്കാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ക്ലെയിം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഹോട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഞാൻ അതൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ടൈം ഉള്ള പോലെ വായിച്ച് നോക്കാം. അതുപോലെ തന്നെ മൈനിങ് എന്താണെന്ന് പറയുന്നുണ്ട്, എന്താണ് ഹോട്ട്, എന്തിനാണ് നമ്മൾ ഹോട്ട് യൂസ് ചെയ്യുന്നതെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് മൈനിങ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഹോട്ടായിട്ട് നമുക്കിവിടെ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്ലെയിം ഹോട്ട് അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വെൻ സ്റ്റോറേജ് ഈസ് ഫുൾ ഇറ്റ് ഈസ് ദ ടൈം ടു ക്ലെയിം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറേജ് ഫുൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ബോട്ടിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലെയിം ഹോട്ട് അടിച്ച് ക്ലെയിം ചെയ്യാൻ പറ്റും. നമുക്കിത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് തന്നെ മിഷൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിലേക്ക് വരാം. അപ്പോൾ മിഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ മിഷൻസ് ഉണ്ട്. ഈ ഒരു മിഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഹോട്ട് കിട്ടാൻ, അതുപോലെ തന്നെ താഴെ വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഫീ കിട്ടാനും ഉണ്ട്. എന്താണ് ഗ്യാസ് ഫീ എന്ന് പറയാം. അതിന് മുമ്പ് തന്നെ നിങ്ങൾ ഹോട്ട് വാലറ്റിൻ്റെ ഓരോ മിഷൻസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഹോട്ട് കിട്ടും. ഇവിടെ ജസ്റ്റ് ഹോട്ട് അപ്ഡേറ്റ്സ് നമ്മളിപ്പോൾ ക്ലെയിം ചെയ്തു. ഇനി ബാക്കപ്പ്, നമ്മുടെ സീഡ് ഫ്രൈസ് ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.02 ഹോട്ട് കിട്ടും. ഇതൊന്നും ഞാൻ ചെയ്ത് കാണിച്ചിരുന്നില്ല. നിങ്ങളുടെ സീഡ് ഫ്രൈസ് എന്താണ്, നിങ്ങളുടെ സീഡ് ഫ്രൈസിലുള്ള വേർഡ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നിങ്ങൾ ടാസ്ക് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യുക. അതൊന്നും ഞാൻ ചെയ്ത് കാണിച്ചിരുന്നില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ MPC വാലറ്റ് ക്രിയേറ്റ് ചെയ്താൽ 0.02 ഹോട്ട് കിട്ടും. എന്താണ് ഇത്ര കുറവാണല്ലോ എന്ന് വിചാരിക്കേണ്ട, നല്ല വാല്യൂ ഉള്ള ടോക്കണാണ്. ഓക്കെ, പിന്നീടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്യാസ് ഫീ. എന്താണ് ഗ്യാസ് ഫീ എന്ന് ആദ്യം പറയാം. നമ്മളിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ബാങ്ക് വഴി നടത്തുകയാണെങ്കിൽ നമുക്ക് ട്രാൻസാക്ഷൻ ഒരു ഫീ കൊടുക്കണം. ബാങ്കിന് ചെറിയൊരു പൈസ കൊടുക്കണം. ചെറിയൊരു പൈസ ആയിരിക്കും, നമുക്ക് കാണാൻ പോലും ഉണ്ടാവില്ല. അത്രയും ചെറിയൊരു പൈസ നമ്മൾ ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ബാങ്കിന് കൊടുക്കണമല്ലോ. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ബാങ്ക് അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ചാർജ് പോലെ ഒരു ചാർജ് പിടിക്കും. അപ്പോൾ ക്രിപ്റ്റോ കറൻസി വേൾഡിൽ ആ ഒരു പ്രോസസ്സിംഗ് ചാർജ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഫീക്ക് പറയുന്ന പേരാണ് ഗ്യാസ് ഫീ. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഗ്യാസ് ഫീ എന്താണെന്ന് മനസ്സിലായി. ഇനി ഇതെങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഫീ എങ്ങനെ കിട്ടാമെന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഗ്യാസ് ഫീൻ്റെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 ഗ്യാസ് ഫീ കിട്ടും. 10 ഗ്യാസ് ഫീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 പ്രാവശ്യം ഈ ഒരു ക്ലെയിം ഹോട്ട് അടിച്ച് ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ 10 ഗ്യാസ് ഫീ തീരും. നിങ്ങളോട് ഓരോ പ്രാവശ്യം ക്ലെയിം അടിക്കുമ്പോഴും ഒരു റിയൽ ട്രാൻസാക്ഷൻ ആണ് നടക്കുന്നത്. നിങ്ങളുടെ വാലറ്റിലേക്ക് അപ്പോഴേ വന്നു കഴിഞ്ഞു. നമ്മളുടെ വാലറ്റ് ഏതാണ്, ഇത് തന്നെയാണ് നമ്മളുടെ വാലറ്റ്. നമുക്ക് ഇവിടെ ഹോട്ട് ബാലൻസ് കാണാം. ഓക്കെ, നമുക്ക് ലിസ്റ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ സെൻഡ് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും. എക്സ്ചേഞ്ചിലേക്ക് ഇവിടുന്ന് തന്നെ സെൻഡ് ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും. വേറെ വാലറ്റ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് നമ്മളുടെ വാലറ്റ്, ഹോട്ട് വാലറ്റ്. ഓക്കെ, ഹോട്ട് വാലറ്റിൻ്റെ അകത്താണ് നമ്മൾ ഈ ഹോട്ട് മൈനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു വാലറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഓരോ പ്രാവശ്യം ക്ലെയിം അടിക്കുമ്പോഴും നിങ്ങളുടെ വാലറ്റിലേക്ക് ഒരു ഒറിജിനൽ ട്രാൻസാക്ഷൻ തന്നെ നടക്കുകയാണ്. ഓക്കെ, അല്ലാതെ നമ്മളിപ്പോൾ മൈൻ ചെയ്തു പിന്നീട് ലിസ്റ്റിംഗ് വരുമ്പോൾ വിഡ്രോ അടിക്കാം, അങ്ങനെയല്ല. ഓൾറെഡി നമ്മുടെ വാലറ്റിലേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ ലിസ്റ്റിംഗ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നിങ്ങൾ ഓരോ ഗ്യാസ് ഫീ കൊടുക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 ഗ്യാസ് ഫീ ആണ് കിട്ടുക. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 10 പ്രാവശ്യം ക്ലെയിം ഹോട്ട് അടിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം അടിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസ് ഫീ ഇല്ല എന്ന് പറഞ്ഞ് റെഡ് കളറിൽ എഴുതി കാണിക്കും. ഓക്കെ, അതാണ് പലർക്കും വരുന്ന ഇഷ്യൂ. ആ റെഡ് കളറിൽ വരുന്ന ഇഷ്യൂ മാറണമെങ്കിൽ നമ്മൾ ഗ്യാസ് ഫീ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതെങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് തന്നെ ബാക്കിയുള്ള സെക്ഷനൊക്കെ നോക്കിയിട്ട് അവസാനം നമുക്ക് ഗ്യാസ് ഫീ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. പിന്നീടുള്ള ഓപ്ഷൻ നോക്കാം, ബൂസ്റ്റ് നോക്കാം. ബൂസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പീഡൊക്കെ കൂട്ടാൻ പറ്റും, എത്ര പെട്ടെന്ന് ഫില്ലാവും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഓരോ 2 മണിക്കൂറിൽ വന്ന് ക്ലെയിം ചെയ്യണമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കൂട്ടാൻ പറ്റും. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. അതൊന്നും ഞാൻ പറഞ്ഞു തരുന്നില്ല, കാരണം എല്ലാ മൈനിങ്ങിലും പറയുന്ന പോലെ തന്നെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ടൈം കൂട്ടാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൂസ്റ്റ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ജസ്റ്റ് ഈ ഒരു
നമ്മളുടെ സ്റ്റോറേജിൻ്റെ വലിപ്പം കൂട്ടാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫില്ലാവുന്ന ടൈമും കൂട്ടാം. അപ്പോൾ നമ്മൾ 2 മണിക്കൂർ കൂടുമ്പോൾ വരണ്ട, കുറച്ച് ലേറ്റ് ആയിട്ട് ഒരു 4 മണിക്കൂർ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കൂട്ടാൻ പറ്റും. അതൊക്കെ നിങ്ങൾ നോക്കി ചെയ്യുക. പിന്നെയുള്ള ഓപ്ഷനാണ് ഫ്രണ്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഫറലാണ്. ഓരോ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്താലും ആ ഫ്രണ്ട് ഏൺ ചെയ്യുന്നതിൻ്റെ 20% നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ ഒരു ഫ്രണ്ട് 100 ഹോട്ട് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ 20 ഹോട്ട് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ റെഫർ ചെയ്യുന്ന ഫ്രണ്ട് വേറൊരാൾ റെഫർ ചെയ്താൽ അയാളുടെ ഒരു 5% കൂടി നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഓപ്ഷനാണ് എക്സ്പ്ലോർ വില്ലേജസ്. നിങ്ങൾക്ക് വില്ലേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വാലറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വില്ലേജിലേക്ക് ജോയിൻ ആവും. ഓക്കെ, വില്ലേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഹോട്ട് ടോക്കൺസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഗ്യാസ് ഫീ ആഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് മെയിൻ വാലറ്റിൽ നിന്ന് തന്നെ നമ്മളുടെ നിയറിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു നമ്മളുടെ യൂസർ നെയിം കാണുന്ന സ്ഥലം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് സൊലാന അഡ്രസ്സും നിയർ അഡ്രസ്സും കിട്ടും. നിങ്ങൾ നിയറിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം, ബൈബിറ്റിലോ ബൈനാൻസിലോ ബിങ്കെക്സിലോ MEXലോ ഏതെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും എക്സ്ചേഞ്ചിൽ നിങ്ങൾ ഒരു നിയർ പർച്ചേസ് ചെയ്യുക. കൂടുതൽ ഇടാൻ പറ്റുന്നവർ കൂടുതൽ ഇടുക. ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു നിയറാണ്. ഓക്കെ, അതങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ ഓൾറെഡി ഒരു $2.5 ഉണ്ട്. ഓക്കെ, പക്ഷെ അത് നിയർ അല്ല, ഒരു മീം കോയിൻ ആണ്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ ഒറിജിനൽ ID ഇവിടെ കോപ്പിയാണ്, നിയറിൻ്റെ ജസ്റ്റ് കോപ്പി ചെയ്തു. അതിനുശേഷം വീണ്ടും ബൈബിറ്റിലേക്ക് പോവുക. ഇനി നമ്മൾ നിയർ പർച്ചേസ് ചെയ്യണം. നിയർ പർച്ചേസ് ചെയ്യാൻ എന്ത് ചെയ്യുക, മാർക്കറ്റിലേക്ക് പോവുക. ഇതൊക്കെ ഞാൻ ഓൾറെഡി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അറിയാത്തവരെ നോക്കി പഠിക്കുക. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. നിയർ പോയി അതിനുശേഷം നിയർ USDT സ്പോട്ട് ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഒരു നിയർ ഉണ്ടെങ്കിൽ 2000 പ്രാവശ്യം ക്ലെയിം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു നിയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ $4.61 USDT. ഓക്കെ, USD ആണെന്ന് പറയാം. ഒരു നിയർ പർച്ചേസ് ചെയ്യണമെങ്കിൽ വേണ്ടത് 4.6 USDT ആണ്. ഞാനിപ്പോൾ എന്തായാലും ഒരു റൗണ്ട് ആക്കി $5 ഞാൻ പർച്ചേസ് ചെയ്യാണ്. 1.8 നിയർ അവിടെ കിട്ടും. 1.08 നിയർ ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ബൈ നിയർ ക്ലിക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ ഓർഡർ ഇവിടെ ഫില്ലായിട്ടുണ്ടോ എന്ന് നോക്കാം. അസറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ 4.9913 USDക്കുള്ള നിയർ പർച്ചേസ് ആയിട്ടുണ്ട്. ബാക്കി കുറച്ച് ഫീയും കാര്യങ്ങളും കട്ടായതാണ് 5. ഓക്കെ, ചെറിയ ഫീ മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ നമുക്ക് അസറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിയർ കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ നിയർ നമ്മളുടെ ഹോട്ട് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. നമ്മൾ വാങ്ങിയ നിയർ നമ്മളുടെ ഈ ഒരു യൂണിഫൈഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്നും നമ്മളുടെ ഫണ്ടിങ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതിന് ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ഫർ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാക്സിമം ഞാൻ എടുക്കുകയാണ് 1.08. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വീണ്ടും വിഡ്രോവലിൻ്റെ ബട്ടൺ കാണാം. വിഡ്രോവൽ ക്ലിക്ക് ചെയ്യാം. വിഡ്രോവൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് കോയിനാണ് വിഡ്രോ അടിക്കേണ്ടതെന്ന് ചോദിക്കും. മേലെ തന്നെ നിയർ ഉണ്ട്. അതിനുശേഷം നമ്മളുടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ അഡ്രസ്സ് ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അഡ്രസ്സ് പേസ്റ്റ് ആയി കഴിഞ്ഞു. നെറ്റ്വർക്ക് ചോദിക്കുന്ന നിയർ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നിയർ മാത്രമേ സെലക്ട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ള എമൗണ്ട് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ മാക്സിമം എൻ്റെ കയ്യിലുള്ള മാക്സിമം എമൗണ്ട് ഞാൻ ചെയ്യാണ്. അപ്പോൾ 0.07 ആവുള്ളൂ. കാരണം 0.1 നമുക്ക് ഫീയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ അഡ്രസ്സൊക്കെ കറക്റ്റാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വിഡ്രോവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇൻ പ്രോസസ് ആണ്. കുറച്ച് ടൈം എടുക്കും. ഒരു 5 to 10 minutes എടുത്തേക്കാം. ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ബ്ലോക്ക് ചെയിൻ എല്ലാം തന്നെ വെരിഫൈ ആയി. അവിടെ നമുക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് നമ്മളുടെ അസറ്റ് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ കുറഞ്ഞത് കാണാൻ പറ്റും. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ അസറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ കാണാം യു ഹാവ് 1 വിഡ്രോവൽ റിക്വസ്റ്റ് ബീയിങ് പ്രോസസ്ഡ് എന്ന് പറയുന്നുണ്ട്. പ്രോസസ് ആവുന്നത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. നിങ്ങൾ ഏതൊരു എക്സ്ചേഞ്ച് ആണെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെൻഡ് ആയിട്ടുള്ളൂ, കംപ്ലീറ്റഡ് ആയിട്ടില്ല. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എനിക്കിവിടെ നമ്മളുടെ നിയർ ആഡ് ആയിട്ടുണ്ട്. താഴെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ കയ്യിൽ നിയർ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും $4.61 നിയറാണ് നമ്മളിവിടെ റിസീവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ കുറച്ച് ഫീയും കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ടായിട്ടുണ്ട്. അത് നമുക്ക് പ്രശ്നമില്ല. നമ്മൾ അതിനാണ് ഓൾറെഡി 5 തന്നെ ആഡ് ആക്കി കൊടുത്തത്. ഓക്കെ, ഇനി നമ്മൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ നിയർ ആഡ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പ്രാവശ്യവും ജസ്റ്റ് കയറുക. അതിനുശേഷം ക്ലെയിം ഹോട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലെയിം ആയിട്ടുണ്ട്. വീണ്ടും ഇത് ഫില്ലാകുമ്പോൾ ക്ലെയിം ചെയ്യുക. അത്രേ ഉള്ളൂ. നമ്മൾ ആഡ് ചെയ്ത 1 ഇയർ കൊണ്ട് ഇതുപോലെ 2000 പ്രാവശ്യം ക്ലെയിം ചെയ്യാം. ഓക്കെ, എൻ്റെ ഓൾറെഡി ഒരു 109 ഹോട്ട് ബാലൻസിലുണ്ട്. ഞാൻ കുറേ കാലമായി മൈനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ടെലഗ്രാമിൽ എന്നോ പറഞ്ഞതാണ്. അന്ന് മുതൽ ഞാനും ചെയ്യുന്നുണ്ട്. അടുത്തൊരു ഓപ്ഷൻ നോക്കാനുള്ളത് MPC വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ക്രിയേറ്റ് MPC വാലറ്റ് ഇവിടെ ബാനർ ഉണ്ടാവും. കയറുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് കാര്യങ്ങളെന്നെല്ലാം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് ക്രിയേറ്റ് MPC വാലറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനും ചെറിയൊരു ഗ്യാസ് ഫീ കാര്യങ്ങളൊക്കെ പോവും. ലോക്ക് കൊടുത്തു. നമുക്ക് വാലറ്റ് ക്രിയേറ്റ് ആയപ്പോൾ ന്യൂ ചെയിൻ ആഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബേസിൻ്റെ ബ്ലോക്ക് ചെയിൻ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ലെയറക്സും ലീനിയും ഉടനെ തന്നെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. എങ്കിൽ മാത്രമേ ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ നമുക്കൊരു സപ്പോർട്ട് കിട്ടുള്ളൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. എങ്കിലായിരിക്കും ഞാനിടുന്ന എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് നിങ്ങൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ ചെറിയ അപ്ഡേറ്റ്സ് കൃത്യസമയത്ത് ലഭിക്കാനായിട്ട് നമ്മളുടെ ടെലഗ്രാം ചാനലിൽ മറക്കാതെ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.